ആസ്വദിച്ച് കഴിച്ച ശേഷം വയറ്റിൽ ഗ്യാസ് കയറുന്നതും അസ്വസ്ഥത ഉണ്ടാകുന്നതുമെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവർക്കുമല്ല, കുറച്ചു പേർക്കെങ്കിലും ഈ അസ്വസ്ഥത ഉണ്ടാവും. കപ്പയിൽ അടങ്ങിയിരിക്കുന്ന ചില വസ്തുക്കളാണ് ഇതിന് കാരണം. ഇത് ഒഴിവാക്കി കഴിച്ചാൽ കപ്പ ആരോഗ്യകരമായ ഭക്ഷണം തന്നെയാണ്. മരച്ചീനിയിലെ പ്രധാന വിഷഘടകം സൈനോജനിക് ഗ്ലൈക്കോസൈഡുകളാണ്. മരച്ചീനിയുടെ വേരിന്റെ പുറംപാളിയിലാണ് സൈനോജനിക് ഗ്ലൈക്കോസൈഡുകൾ പ്രാഥമികമായി കാണപ്പെടുന്നത്. പ്രധാനമായും ലിനാമറിൻ, ലോട്ടസ്ട്രെലിൻ എന്നിങ്ങനെ രണ്ടു തരം സൈനോജനിക് ഗ്ലൈക്കോസൈഡുകളാണ് മരച്ചീനിയിലുള്ളത്. ഈ വിഷാംശം കളയാതെ മരച്ചീനി കഴിക്കുന്നത് വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. കുറഞ്ഞ അളവിലുള്ള സയനൈഡുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നത് ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കും. ഓക്കാനം, ഛർദി, തലകറക്കവും തലവേദനയും, ബലഹീനതയും, ആശയക്കുഴപ്പവും, ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, ദ്രുതഗതിയിലുള്ള ഹൃദയമിടിപ്പ് തുടങ്ങി ഹൃദയാഘാതവും അപസ്മാരവും വരെ ഉണ്ടാകാം. രോഗലക്ഷണങ്ങളുടെ തീവ്രത സയനൈഡിന്റെ അളവിനെയും വിഷത്തോടുള്ള വ്യക്തിയുടെ സംവേദനക്ഷമതയെയും ആശ്രയിച്ചിരിക്കും. ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ മരച്ചീനി കഴിക്കുന്നതിന് മുൻപ് വിഷാംശം ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യമാണ്. മരച്ചീനിയുടെ പുറംതൊലി പൂർണ്ണമായും കളയുക എന്നതാണ് ഒന്നാമതായി ചെയ്യാനുള്ളത്. അഴുക്കും ശേഷിക്കുന്ന വിഷവസ്തുക്കളും ഇല്ലാതാക്കാൻ ഒഴുകുന്ന വെള്ളത്തിൽ നന്നായി കഴുകാൻ പറ്റിയാൽ അതാണ് നല്ലത്. മരച്ചീനി വേവിച്ച ശേഷം വെള്ളം ഊറ്റിക്കളയണം. പാചകം ചെയ്യുമ്പോൾ ധാരാളം വെള്ളം ഉപയോഗിക്കുകയും ചെയ്യാം. മരച്ചീനി തൊലി കളഞ്ഞ ശേഷം 1-2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാലും വിഷാംശം ഒരു പരിധിവരെ തടയാം. ഇത് കഴുകിയെടുത്ത ശേഷമാണ് പാചകത്തിന് ഉപയോഗിക്കേണ്ടത്. ഉണക്കക്കപ്പയാണെങ്കിൽ 12 മുതൽ 24 മണിക്കൂർ വരെ കുതിർത്ത് വെക്കണം. ഇങ്ങനെ ചെയ്താൽ ഒരു പരിധിവരെ വിഷാംശം കുറയ്ക്കാൻ. പാകം ചെയ്താലും കപ്പയിലെ വിഷാംശം മുഴുവൻ മാറുന്നില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് പലരിലും കപ്പ കഴിച്ചു കഴിഞ്ഞാൽ വയറ് വീർത്തത് പോലെ തോന്നുന്നത്. ഇത് കപ്പയിലെ വിഷം പൂർണ്ണമായും വിട്ടുമാറാത്തത് കൊണ്ടാണ്. സ്ഥിരമായി കപ്പ കഴിച്ചാൽ ഈ വിഷാംശം ശരീരത്തിലെത്തി വൃക്ക, പാൻക്രിയാസ് പോലുള്ള ആന്തരിക അവയവങ്ങൾക്ക് ദോഷം ചെയ്യും. പ്രമേഹമുള്ളവർ കപ്പ ഒഴിവാക്കേണ്ടതാണ്. ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന ഘടകമാണ് പ്രമേഹ സൂചകമായി മാറുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസ് ഉയരുമ്പോഴാണ് പ്രമേഹ സാധ്യതയും വർദ്ധിക്കുന്നത്. തൈറോയ്ഡ് വർദ്ധിപ്പിക്കുന്നതിലും കപ്പ വില്ലനാണ്. മീനിനോ ഇറച്ചിക്കോ ഒപ്പം കപ്പ കഴിക്കണമെന്നാണ് പറയാറ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന നൈട്രേറ്റുകൾ കപ്പയിലെ വിഷത്തിനെ ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിനൊപ്പവും കപ്പ കഴിക്കുന്നത് ഉത്തമമാണ്. വൻപയർ, ചെറുപയർ, നിലക്കടല എന്നിവയ്ക്കൊപ്പം കപ്പ കഴിച്ചാലും നല്ലതാണ്.